بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവിൻ്റെ കാരുണ്യവും കൃപയും നമ്മിൽ ഓരോരുത്തരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു സദസ്സല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്. എന്നെക്കാളൊക്കെ എത്രയോ വിവരവും അറിവുമുള്ള, പാണ്ഡിത്യമുള്ള, സംഘടനാ പാഠവുമുള്ള ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മളൊക്കെ നടന്നെടുക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യവും നമ്മളുടെയൊക്കെ മുമ്പേ കഴിഞ്ഞു പോയ പ്രവാചകന്മാരും സഹാബികളും സച്ചരിതരായ സലഫു സ്വാലിഹുകളുമൊക്കെ അവരൊക്കെ സ്വപ്നം കാണുകയും അവരൊക്കെ നടന്നെടുക്കുകയും ചെയ്ത ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ കാണുന്ന ലക്ഷ്യവും അവരൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന ലക്ഷ്യവും ചെറിയ രൂപത്തിലൊരു താരതമ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇരുകാലിൽ എഴുന്നേറ്റ് നിൽക്കാനും, സന്തോഷം വരുമ്പോൾ ചിരിക്കാനും, സങ്കടം വരുമ്പോൾ കരയാനും, എന്താണ് സത്യം, എന്താണ് ധർമ്മം, എന്താണ് നീതി എന്ന് മനസ്സിലാക്കി കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവും പ്രാപ്തിയും നൽകിയ ഒരു ജീവിവർഗമാണ് മനുഷ്യർ എന്നത്. എങ്ങനെ നടക്കണം, എങ്ങോട്ട് പോകണം, നാക്കുകൊണ്ട് എന്തൊക്കെ പറയണം, ആരോടൊക്കെ കൂട്ടുകൂടണം, എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജീവിതം നയിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പാത, വ്യക്തമായ ഒരു രേഖ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അംബിയ മുർസലീങ്ങള്, അതിനുശേഷം വന്ന സഹാബാ കിറാമുകള്, അതിനുശേഷം വന്നിരിക്കുന്ന സച്ചരിതരായ ആളുകൾ മുഴുവനും നമ്മൾക്ക് കാണിച്ചു തന്നൊരു പാത. അവരൊക്കെ കണ്ടിരിക്കുന്ന സ്വർഗവും അവരൊക്കെ കണ്ട ലക്ഷ്യവുമാണ് ഞാനും നിങ്ങളും ഇന്ന് കാണുന്നത്. നമ്മളുടെ അടുക്കൽ ശുഷ്കിച്ച കുറച്ച് നമസ്കാരമോ, ആണ്ടിലൊരിക്കൽ വരുന്ന ഒരു മാസത്തെ റമദാനിലെ നോമ്പോ, തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളോ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ചില ആയത്തുകളോ അല്ലാതെ ആ ഒരു ജനസമൂഹം കാണിച്ചു തന്ന, അവർ സ്വപ്നം കണ്ട ആ ഒരു സ്വർഗവും ആ ഒരു ലക്ഷ്യവും ആ ഒരു പ്രാപ്തിയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ നമ്മൾ വേറെ എന്ത് ചെയ്തു എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നമുക്കറിയാം, പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് പ്രവാചകൻ കരീം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതം നയിച്ചത്. തുടക്കം മുതൽ ഒടുക്കം വരെ പരീക്ഷണമായിരുന്നു. തന്റെ ജീവിതത്തിൽ ആറ്റുനോറ്റുണ്ടായ തന്റെ കൺമണി, തന്റെ മകൻ, തന്റെ പുത്രനെ കണ്ണിറയെ കാണാനുള്ള അവസരം പോലും പടച്ച തമ്പുരാൻ നിഷേധിക്കുന്നതായിട്ട് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇബ്രാഹിം, നീയും നിന്റെ ഭാര്യയും നിന്റെ കുട്ടിയും കൂടെ
ഇറാഖിൽ താമസിക്കുന്ന ഇബ്രാഹിമിനോട് മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം, മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും അവിടെ നിന്ന് നീ തിരിച്ചു പോരുകയും ചെയ്യണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ആദ്യത്തെ പരീക്ഷണമാണത്. നമുക്കറിയാം, ത്യാഗത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ബേജാറിന്റെയും പ്രശ്നങ്ങളുടെയും കഥ പറയുമ്പോൾ പ്രവാചകന്റെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. മക്കയിൽ കൊണ്ടുപോയി താമസിച്ച് തിരിച്ചു വരുന്ന സമയത്ത്, അവിടെ പാർപ്പിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് ഭാര്യയുടെ അടുക്കലേക്ക് ഒരു നോട്ടമുണ്ട്. ആ സമയത്ത് ഭാര്യ തിരിച്ചു പറയുന്നുണ്ട്, തന്റെ കൂടെ കിടക്കുന്ന, തന്റെ ചൂടും ചൂരും അറിയുന്ന ഭാര്യയായതുകൊണ്ട്, പടച്ചതമ്പുരാന്റെ കൽപ്പനയാണെങ്കിൽ താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്, താങ്കൾക്ക് പോകാം, താങ്കൾക്ക് പോകാം. ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, പാർപ്പിടമില്ലാത്ത, കൃഷിയിടമില്ലാത്ത, ആരോരും തുണയില്ലാത്ത മരുക്കാട്ടിൽ, പച്ചയായ മരുഭൂമിയിൽ താമസിപ്പിക്കുകയും അവിടെ നിന്ന് പടച്ചതമ്പുരാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് തിരിച്ചു പോരുകയും ചെയ്യുന്ന ഒരു ഇബ്രാഹിമിനെ നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് മേഖലകളിൽ നമ്മൾക്കത് വായിക്കാൻ സാധിക്കും. അപ്പോഴൊക്കെ അവർ കണ്ടൊരു സ്വപ്നം ഇതൊന്നുമല്ല ജീവിതം എന്നതായിരുന്നു. ഇതൊന്നുമല്ല ജീവിതം എന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം നടന്നെടുക്കുന്ന സമയത്ത് നിന്റെ മകനെ നീ അറുക്കണം എന്നതാണ്. നമ്മൾക്കറിയാം, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളോടാണ് കൽപ്പിക്കുന്നതെങ്കിൽ പതറിപ്പോകും, നമ്മള് ചൂടിപ്പോകും. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് മുമ്പില് എന്തെങ്കിലും ചെറിയൊരു വേദനയോ ബേജാറോ എപ്രാളമോ വന്നാല് നമ്മൾ പടച്ചതമ്പുരാന്റെ അടുക്കലേക്ക് അല്ലാഹ് പടച്ചോനെ എന്ന് കൈനീട്ടി വിളിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ബേജാറ് എല്ലാവർക്കും സമമാണ്. മനുഷ്യനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പതറിയിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും വിചാരത്തോട് കൂടിയിട്ട് മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ പിതാവിന്റെ രക്തത്തിൽ പിറന്ന മകനായതുകൊണ്ട് മകന്റെ മറുപടിയും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സതജിദ്നി ഇൻഷാ അല്ലാഹ് മഅസ് സാബിരീൻ. താങ്കൾക്ക് ക്ഷമിക്കുന്നവരോടൊപ്പം എന്നെ കാണാൻ സാധിക്കും, താങ്കൾക്ക് ക്ഷമിക്കുന്നവരോടൊപ്പം എന്നെ കാണാൻ സാധിക്കും എന്നതാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു പിതാവിന്റെ ചരിത്രം, ഒരു ചിത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും പരീക്ഷണങ്ങളാണ്. ഇബ്രാഹിം, നീയും നിന്റെ മകനും കൂടിയിട്ട് കഅബാലയം പടുത്തുയർത്തണം. എവിടെ? അതാണ്, എവിടെയാണ് കഅബാലയം പടുത്തുയർത്തേണ്ടത്? ആൾതാമസമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത പച്ചയായ മരുഭൂമിയിൽ ഒരു എടുപ്പുണ്ടാക്കണം. ആ എടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നോടൊപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന തന്റെ മകനെ കൂട്ടിയിട്ട് അദ്ദേഹം അത് പടുത്തുയർത്തുകയാണ്. പടച്ചതമ്പുരാന്റെ കൽപ്പന യാതൊരു വൈമനസ്യവുമില്ലാതെ, അശേഷം അചഞ്ചലതയില്ലാതെ ഏറ്റെടുത്തുകൊണ്ട് അത് ഉയർത്തിയിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, തന്റെ മകന്റെ കുഞ്ഞു കൈകളും പടച്ചതമ്പുരാനിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇപ്പൊ നമ്മൾക്കറിയാം, ഇവിടെയൊക്കെ അവർ കാണുന്നത് ഒരു വ്യക്തമായ ഒരു ലക്ഷ്യം തന്റെ ജീവിതത്തിലുണ്ട് എന്നതാണ്. ഇതൊന്നുമല്ല ഈ പ്രയാസങ്ങളോ പരിവേദനങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അല്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നാളെ എന്നൊരു ലോകമുണ്ട്. ആ ലോകത്തേക്കുള്ള യാത്രയാണ് നമ്മൾ ഇവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആ യാത്രക്കിടയിലുള്ള ഏത് കല്ലും മുള്ളും പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ആർജവം അവർ നേടിയെടുത്തു. പടച്ച തമ്പുരാന്റെ ആ ഒരു രൂപത്തിലാണ് അവർ പടച്ച തമ്പുരാനെ മനസ്സിലാക്കിയതും അറിഞ്ഞതും കണ്ടതും. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കറിയാം, തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടാത്തവരായിട്ട് ആരുമില്ല. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലുള്ള ഒരു തേട്ടമുണ്ട്. മാന്യമായിട്ടുള്ള ഒരു ജീവിതം, അന്തസ്സായിട്ട് കുടുംബത്തോടൊപ്പം പാർക്കാനുള്ള ഒരു വീട്, മാന്യമായിട്ട് നാണം മറക്കാനുള്ള വസ്ത്രം, വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ, അന്തസ്സായിട്ട് കുടുംബം പുലർത്താനുള്ള ഒരു ജോലി, ഇതൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ നമ്മൾ അധ്വാനിക്കുകയും രാപ്പകലില്ലാതെ നമ്മൾ പരക്കം പായുകയും ചെയ്യുമ്പോൾ ഒരു നേരമെങ്കിലും കൈ ഉയർത്തിയിട്ടും പ്രാർത്ഥിക്കാത്തവരും ഉണ്ടാവുകയില്ല. എന്നാൽ നാളെ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആ ഒരു രൂപത്തിലാണ് പ്രവർത്തിച്ചതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നും അതല്ലെങ്കിൽ ഒരു മാസവും ഒരു വർഷവുമല്ല ഞാനും നിങ്ങളൊന്നും മുജാഹിദുകളായിട്ട് ജീവിക്കുന്നത്. നമ്മൾക്കൊക്കെ പാരമ്പര്യത്തിന്റെ പഴക്കവും തഴക്കവും പറയാനുണ്ട്. ആ പാരമ്പര്യത്തിന്റെ തഴക്കവും പഴക്കവും പറയുന്നതോടൊപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു മുജാഹിദായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നതാണ്. ഒരു മുജാഹിദായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നതാണ്. പല രൂപത്തിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. വാളെടുത്തിട്ട് വെട്ടാനും, അതൊക്കെ ജിഹാദ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനെ പറയാറുണ്ട്. എന്നാൽ മുജാഹിദ് എന്നത് സ്വന്തം ശരീരത്തോടും സ്വന്തം ജീവിതത്തോടും ധർമ്മസമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്.
നമ്മളുടെയൊക്കെ മുൻഗാമികളായിട്ടുള്ള ആളുകളും മുൻഗാമികളായിട്ടുള്ള എല്ലാവരും ചെയ്തത് അങ്ങനെയാണ്. സച്ചരിതരായ ആളുകളൊക്കെ സ്വന്തം ജീവിതത്തോട്, അതാണ് ബിലാൽ ഇബ്നു റബാഹിന്റെ ചരിത്രം നമുക്കറിയാം. ആണ്ട് കഴിഞ്ഞിട്ടും തന്റെ ശരീരത്തിൽ ഏറ്റിരിക്കുന്ന മുറിവിൽ നിന്ന് രക്തമൊലിക്കുന്ന ബിലാൽ, നീരൊലിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാനിലുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ആ വേദന അദ്ദേഹത്തെ അലട്ടാതിരുന്നത്. നമുക്കറിയാം, ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാല്, എന്തെങ്കിലും ഒരു അപകടം പറ്റിയാല് തങ്ങളുടെ ശരീരം വെന്ത് നോവും, വേദനിക്കും. ഈ വേദന ബിലാലിനെ അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കണ്ട ലക്ഷ്യപ്രാപ്തി ഇതൊന്നുമല്ലായിരുന്നു. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. ആ പ്രയത്നത്തിന് സാധൂകരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടായത് എന്നതാണ്. നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ആ ഒരു പ്രാപ്തി, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും എ മുതൽ ഇസഡ് വരെ ആയിത്തീരേണ്ടത്. ആലോചിച്ച് നോക്ക്, നമ്മൾക്കറിയാം ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുമുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാല് അന്നന്നത്തെ നിത്യച്ചെലവിന് വകയില്ലാത്തവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു പ്രവാചകന്മാരുടെ അനുയായികളും സഹാബികളും. ഒരു നേരമല്ലെങ്കിൽ 2 നേരമല്ലെങ്കിൽ 3, 4 നേരം പട്ടിണി കിടന്നിരുന്നു പ്രവാചകനും അനുയായികളും. ആ പ്രവാചകൻ കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ശകലം മാത്രം മതി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നന്ദി ചെയ്യണമെന്ന് ആലോചിക്കാന്. നന്ദികേട് ചെയ്യാതെ നിന്നാ മതി, എന്നാൽ തന്നെ മനുഷ്യൻ നന്നായി. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. നന്ദികേട് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. നിങ്ങൾ നന്ദി ചെയ്യുക, നന്ദികേട് ചെയ്യരുതെന്നാണ്. നന്ദികേട് ചെയ്യരുതെന്നാണ് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തില് മാന്യമായിട്ട് 3 നേരം കുഴച്ച മാവ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി തിന്നതായിട്ട് ഓർമ്മയില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ആ പ്രവാചകൻ കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അദ്ദേഹം വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി ചെന്നാൽ അൽഹംദുലില്ലാഹില്ലദി അത്വഅമനി വസഖാനി വകഫാനി വആവാനി വകം മിമ്മൻ ഖാഫിയത വലാ മുഊയി. വളരെ വ്യക്തമാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഈത്തപ്പഴച്ചുളയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചതെങ്കിൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് അദ്ദേഹം കുടിച്ചതെങ്കിൽ, ഈത്തപ്പനയുടെ തണ്ടുകൾ വെച്ച് കെട്ടിയിട്ട് ഓരോ റൂമുകളാക്കിയിട്ട്, ഹുജറാത്ത് എന്നാണ് നമ്മൾക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. പ്രവാചകന്റെ അറകളായിരുന്നു. ആ അറകളില് ചൂടി കൊണ്ട് മടഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കട്ടിലിൽ ആ വളരെ മാന്യമായിട്ട് കിടന്നുറങ്ങുന്ന അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, അൽഹംദുലില്ലാ, പടച്ചോനെ നിനക്ക് സർവസ്തുതിയും, അല്ലദീ അത്വഅമനി, അവൻ ആരാണ്? എനിക്ക് ഭക്ഷണം തന്നവനാണ്, വസഖാനി, എന്നെ കുടിപ്പിച്ചവനാണ്, വകഫാനി, അതെനിക്ക് മതിയാക്കി തന്നവനാണ്. അവിടെയാണെന്ന് ആലോചിച്ച് നോക്കെ. വിശപ്പിന് പാകമല്ല ഒരു ചുള ഈത്തപ്പഴമോ ഒരു ഗ്ലാസ് പച്ചവെള്ളമോ, ഒരു ചുള ഈത്തപ്പഴമോ ഒരു ഗ്ലാസ് പച്ചവെള്ളമോ കുടിച്ചിട്ട് നീണ്ടു നേർന്ന് കാല് നീട്ടി കിടന്നുറങ്ങിയിട്ട് അള്ളാന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, അൽഹംദുലില്ലാ, പടച്ചോനെ നിനക്ക് സ്തുതിയുണ്ട്, നീ എന്നെ ഭക്ഷണം കഴിപ്പിച്ചു, എന്നെ വെള്ളം കുടിപ്പിച്ചു, എനിക്ക് നിർഭയത്വത്തോട് കൂടിയിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നു എന്നതാണ്. ഈ ഒരു പ്രാർത്ഥന ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മൃഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് വളരെ മാന്യമായിട്ട് AC റൂമിൽ കിടന്നുറങ്ങുന്ന നമ്മളുടെ ഒന്നും മനസ്സിൽ നിന്ന് വരാത്തിടത്തോളം കാലം നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് 1000 വട്ടം നമുക്ക് പറയാൻ സാധിക്കൂലേ? ആലോചിച്ച് നോക്കേണ്ടതാണ്. എനിക്കറിയാം, ഞാനൊന്നും ഇന്നേ വരെ പട്ടിണി കിടന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ വിശപ്പോ പട്ടിണിയോ പ്രാരാബ്ദമോ ബുദ്ധിമുട്ടോ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ സമൂഹത്തിൽ അത് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ വീടുകളിലൊക്കെ നാട്ടിൽ കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റും, ജീവിതത്തിൽ നിത്യമായിട്ട് ദുരിതം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകളെ ഇഷ്ടം പോലെ എമ്പാടും കാണാൻ സാധിക്കും. കല്യാണപ്രായമായിട്ടും കെട്ടിച്ചയക്കാൻ കഴിയാത്ത 3-4 പെൺമക്കളുള്ള വീടുകൾ, ക്യാൻസർ രോഗിയായിട്ടുള്ള ഗൃഹനാഥനും പിഞ്ചു പൈതങ്ങളായിട്ട് 3-4 കുട്ടികളും ആ മാതാവുമുള്ള കുടുംബം, ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന അനുഗ്രഹത്തിന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈകൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് കാണിച്ചു തന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. കണ്ണുപൊട്ടനായ ആളെ കാണുമ്പോൾ നമ്മൾ പറയും, അയ്യോ പാവമായി പോയി, അയാൾക്ക് 2 കണ്ണും കാണുന്നില്ലല്ലോ, അയാൾ എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്, അയാൾക്ക് 2 കണ്ണും കാണുന്നില്ല. അല്ല, അയാൾക്കല്ല പരീക്ഷണം, കണ്ണ് കാണുന്ന എനിക്കും നിങ്ങൾക്കുമാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഈ ലോകത്ത് ആവശ്യം.
ആലോചിച്ച് നോക്കും, മുടന്തനായ ഒരു മനുഷ്യൻ, കൈകാലുകൾ ചലനശേഷിയില്ലാത്ത ഒരു മനുഷ്യനെ ചെന്ന് കാണുമ്പോൾ നമ്മൾ പറയെന്താ, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരസഹായം വേണം, പാവമായി പോയി, വല്ലാത്ത പരീക്ഷണമാണ്. അല്ല സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കുമാണ് പരീക്ഷണം. നമ്മൾക്കാണ് പരീക്ഷണം. രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന, കണ്ണെത്താ ദൂരത്തേക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ മൂർച്ചയുള്ള കണ്ണുകളുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, തലച്ചോറുള്ള, എല്ലാ കാര്യങ്ങൾക്കും ആരോഗ്യവും ചോരത്തിളപ്പുമുള്ള എനിക്കും നിങ്ങൾക്കുമാണ് ഈ രൂപത്തിൽ പരീക്ഷണം എന്നതാണ്. മറ്റുള്ളവർക്കൊക്കെ അസുഖകരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി എങ്കിൽ നമ്മൾക്ക് സുഖകരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് പടച്ച തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ കൈകൊണ്ട് ഇന്നതേ നീ തൊടാവൂ, നിന്റെ നാവ് കൊണ്ട് ഇന്നതേ നീ പറയാവൂ, നിന്റെ കണ്ണുകൊണ്ട് ഇന്നയിടത്തേക്ക് നീ നോക്കാവൂ, നിന്റെ കാലുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ നടക്കാവൂ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിൽ നമ്മൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾക്കറിയാം. ചരിത്രം പറയുകയല്ല, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കൂടുതൽ തവണ പ്രതിപാദിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണെന്നതാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ പറയുന്നത്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, മൂസ നീ ഫറോവയുടെ അടുക്കലേക്ക് പോകണം, അതിക്രമിയാണ് അവന്, ഫറോവയുടെ അടുക്കലേക്ക് പോകണം, അതിക്രമകാരിയാണ് ഫറോവ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ബേജാറും പേടിയും പറയുന്നുണ്ട് പടച്ച തമ്പുരാന്റെ അടുക്കല്. അദ്ദേഹത്തിന് സംസാരിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ കൂടെ ഹാറൂനെ സഹായത്തിന് അയച്ചു തരണം. ഫറോവ എന്ന് പറയുന്നത് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഉന്നതനായ അത്യുന്നതനായ രക്ഷിതാവ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, അത്രത്തോളം അഹങ്കാരം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുന്നത്. സൂറത്ത് ത്വാഹ വായിച്ചാല് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി അവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾക്കറിയാം. വളരെ ഒരു പന്തയം വെക്കുകയും അതിലൂടെ ജാലവിദ്യക്കാരെ മുഴുവൻ അശേഷം തകർത്തുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിൽ ആ ഒരു രൂപത്തിൽ വിജയിക്കുകയും ചെയ്തപ്പോ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിനെന്നും. ഈ പറഞ്ഞത് ഫറോവയുടെ കാൽക്കീഴില് ഫറോവയുടെ ചെല്ലും ചെലവും മൃഷ്ടാനമായിട്ട് ഭക്ഷണവും ഭോജിച്ചിട്ട് അങ്ങനെ ആ കൊട്ടാരത്തിന്റെ ചുറ്റും പറ്റും നിന്നിരുന്ന ആളുകളാണ് ഒരൊറ്റ സമയം കൊണ്ട് മാറിയത്. അവര് പടച്ച തമ്പുരാനെ ആ ഒരു രൂപത്തിൽ മനസ്സിലാക്കി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു കാഴ്ചയില്. എന്നിട്ട് അവർ മാറി. ഈ സമയത്ത് ഫറോവ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കും. എന്റെ അനുവാദമില്ലാതെ, ഫറോവയുടെ അനുവാദമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് മൂസയോടൊപ്പം പോവുക? നിങ്ങളുടെ കയ്യുകാല് ഞാൻ വെട്ടിമുറിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് എങ്ങനെ, മിൻ ഖിലാഫിൻ, വലത് കാൽ മുറിച്ചാൽ ഇടത് കൈ മുറിക്കും, ഇടത് കാൽ മുറിച്ചവന്റെ വലത് കൈ മുറിക്കും. അങ്ങനെ വിഭിന്നമായിട്ട് നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കും. വല ഉസല്ലിബന്നക്കും അജ്മഈൻ, നിങ്ങളെ ഞാൻ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യുമെന്നതാണ്. ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോ നമ്മൾക്കറിയാം, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നുണ്ട് കണ്ടാൽ നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. നമ്മുടെയൊക്കെ ചിന്താഗതി അങ്ങനെയാണ്. നമ്മളുടെ ജീവിതത്തിലോ നമ്മുടെ തടിക്കോ നമ്മളുടെ പണത്തിനോ നമ്മളുടെ ഏതെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഒരു തടസ്സം, ഏതെങ്കിലും ദീനീപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഉണ്ടാവുമെന്ന് കണ്ടാല് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. സ്വന്തം ശരീരമാണ്, അത് ഫറോവ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും, എല്ലാവർക്കും അറിയാം. ആ സമയത്ത് പുതുവിശ്വാസികളായിട്ടുള്ള ആളുകള്, അതാണ് ഞാൻ പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ തഴക്കം പറയാനില്ല അവർക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വാപ്പ വല്യാപ്പമാരൊക്കെ ഈ രൂപത്തിലായിരുന്നെന്ന് അവർക്ക് പറയാനില്ല. പൊടുന്നനെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തിൽ അടിയുറച്ചിട്ട് അവർ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് വിധിക്കാം ഫിറൗൻ ഇഷ്ടമുള്ളത് വിധിക്കാം, ഈ ദുനിയാവിലല്ല നീ വിധിക്കൂ. അതാണ് ലക്ഷ്യം. ആ പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കാണ് നമ്മളും ജീവിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ജീവിക്കുന്ന നമ്മളും അവരുടെ മനസ്സിലും നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ലക്ഷ്യത്തിന്റെ ഘനം എത്രയാണ് എന്ന്, അതിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കണം എന്നതാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പോലെ ഏതൊരു പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും, ഏതൊരു സംഭവം നമ്മൾ എടുത്ത് മനസ്സിലാക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും അവിടെ കാണാൻ പറ്റുന്നത് അതാണ്. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക്
അവരൊക്കെ നടന്നെടുത്തതും അവരൊക്കെ കണ്ടതും അങ്ങനെയായിരുന്നു. നമ്മൾ കാണുന്നത് കേവലം പുറമോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതാനും പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഹുസൈൻ അൻസാരി ഇവിടെ പ്രസംഗിച്ചല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു വെക്കുന്ന കാര്യം, പാവപ്പെട്ട ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി ചെയ്തു വെച്ചതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുന്നത് എന്ന് ചെന്നാലും ആരോ കാര്യം നിർവഹിച്ച് അവിടെ സംഗതികളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അദ്ദേഹം ഉറക്കമടച്ചിരുന്നു എന്നതാണ് നമ്മൾക്ക് ഹദീസിൽ കാണാൻ സാധിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഒരു ദിവസം ഉറക്കമടച്ചിരിക്കുകയാണ്. ആരാണ് ആ പണി ചെയ്യുന്നതെന്ന് നോക്കാൻ. അവിടെയൊക്കെ മനസ്സിലുള്ള ഈമാനിന്റെ ഖനം എത്രയാണെന്നും നമ്മളുടെയൊക്കെ മനസ്സിലെ ഈമാനിനെ അതിലേക്കൊന്ന് തട്ടിച്ചു നോക്കാനുമാണ് നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് തട്ടിച്ചു നോക്കിയാല് ഏതെങ്കിലും ഒരു കാര്യം എങ്ങനെയെങ്കിലും കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇന്നത്തെ നമ്മുടെ ഈ കൂടിയിരിക്കൽ കൊണ്ടും കൂടിച്ചേരലുകളും അർത്ഥസമ്പൂർണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്കറിയാം, ചെറുപ്പം മുതലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അദ്ദേഹം പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തു. അവസാനം അദ്ദേഹം സിംഹാസനസ്ഥനായിട്ട് ആ കൊട്ടാരത്തിന്റെ അധിപനായിട്ട് അവിടെ കയറി നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തദ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, പൊട്ടക്കിണറ്റിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിച്ച് സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയ തമ്പുരാനെ, നീ ആരാണ്? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും നീയാണ് എന്റെ രക്ഷാധികാരി, നീയാണ് എന്റെ വലിയ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായിട്ടൊന്ന് മരിപ്പിച്ചു തരണം, എന്നെ മുസ്ലിമായിട്ടൊന്ന് മരിപ്പിച്ചു തരണം. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ആലോചിച്ച് നോക്ക്, ഒരു മുസൽമാനായിട്ട് മരിപ്പിച്ചു തരിക, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ അവസാനത്തേതും ആദ്യത്തേതുമായ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്, രക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ അയാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ചെന്ന് ചേരേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അത് മാത്രമാണ്. നമ്മൾക്കറിയാം, താൽക്കാലികമായിട്ട് നമ്മൾ ചിരിച്ചും കളിച്ചും കൂടിയിരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്ന് നമ്മളുടെ ജീവിതത്തിന്റെ വലിയൊരു പങ്ക് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകും. ഒരു കവിത പറയുന്നുണ്ട്, കവി പറയുന്നുണ്ട്, നേരം എടുത്ത് വൈകുന്നേരമാവുന്നത് വരെ മനുഷ്യൻ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടന്നു നീങ്ങും. കുറെ അങ്ങോട്ട് പോകും, കുറെ ജോലിക്ക് പോകും, കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. എന്നിട്ട് അവസാനം അവന്റെ അവസാനം എങ്ങനെ? ഏതെങ്കിലും വീട്ടിന്റെ ഒരു മൂലക്കല് ആ 2 പൊടിയുള്ള മാപ്പിളയുടെ കട്ടിൽ നമ്മൾ കിടക്കും, മരുന്നും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു മരണം എന്നുള്ള യഖീൻ പ്രതീക്ഷിച്ചുകൊണ്ട്. ആ സമയം എത്തുമ്പോ മനുഷ്യൻ ആലോചിക്കും, എന്താണ് ഇപ്പൊ ഇതുവരെ ഉണ്ടാക്കിയത്? നമുക്കറിയാം, നമ്മളുടെ കൂടെ കിടന്നിറങ്ങുന്ന ഭാര്യ നമ്മൾ മരിച്ചാൽ കൂടെ പോരുന്നതല്ല. നമ്മൾ പടുത്തിയിറത്തിയിരിക്കുന്ന മണിമാളിക സൗധം നമ്മളാരും കിടക്കാൻ വേണ്ടിയിട്ട്, മരിച്ചതിന് ശേഷം കിടക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം നമ്മൾ അവിടെ പണിയുന്നില്ല. നമ്മളുടെ പിഞ്ചോമന കുട്ടി നമ്മളോടൊപ്പം നമ്മൾ യാത്ര പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. എല്ലാവരോടും കൂടെ അഅ്മാൽ സ്വാലിഹാത്തുകൾ മാത്രമാണ്, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മരണം 2 രൂപത്തിലാണ്. ഒന്ന്, അയാളെ കൊണ്ട് ദുനിയാവ് റാഹത്തിലാവും, അല്ലെങ്കിൽ അയാൾ ഈ ദുനിയാവിൽ നിന്ന് റാഹത്തിലാകും. ദുനിയാവിൽ നിന്നും റാഹത്തിലാകുന്ന ആ ഒരു രൂപത്തിൽ മരിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പെട്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ആ ഒരു ജീവിത ലക്ഷ്യമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. സകല അംബിയ മുർസലീങ്ങളും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു മാർഗം അത് മാത്രമാണ്. പട്ടിണിയാണെങ്കിലും വയ്യാരമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അവരൊക്കെ കണ്ടിരുന്നത് പടച്ച തമ്പുരാന്റെ അത്യുന്നതമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് അവർക്കൊന്നും തടസ്സമായിരുന്നില്ല, നമ്മൾക്ക് പലതും തടസ്സമാണ്. അതാണ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി.
അവർക്കൊന്നും തടസ്സമായിരുന്നില്ല. നമ്മൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തടസ്സം നിൽക്കുന്നുണ്ട്. അവർക്ക് യാതൊന്നും തടസ്സമല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്തിപ്പെടുന്ന സ്വർഗത്തിലേക്ക്. അവരോടൊപ്പം നമ്മൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. കഴിവിന്റെ പരമാവധി നല്ല വാക്കുകൾ സംസാരിക്കുകയും നന്ദി ചെയ്യുകയും ചെയ്യുക പടച്ച തമ്പുരാനോട്. നമ്മൾക്കറിയാം, അനുഗ്രഹങ്ങൾ പൊതിഞ്ഞു കിട്ടിയിട്ടാണ് നമ്മൾ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. വേണ്ടുവോളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് തന്നിരിക്കുന്ന ദാതാവിന് പരമാവധി നമ്മൾ നന്ദി ചെയ്യണമെന്നതാണ് പടച്ച തമ്പുരാൻ സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, നിങ്ങളിൽ ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്തിനാണ്? അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല പണി ചെയ്യുന്നതെന്ന് നോക്കാനാണ്. വെറുതെ അല്ല. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറയുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ ഓനെ വെറുതെ അങ്ങോട്ട് പടച്ചതാണെന്ന്? പടച്ചവൻ ചോദിക്കുന്ന ചോദ്യമാണ്. മനുഷ്യൻ വിചാരിക്കുകയാണോ ഓനെ വെറുതെ അങ്ങോട്ട് പടച്ചതാണെന്ന്? 3 നേരം ഭക്ഷണം കഴിക്കാന്, കുട്ടികളെ കളിപ്പിക്കാന്, നല്ല വീടുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാന്, നല്ല വസ്ത്രം ധരിക്കാന്, മാന്യമായിട്ട് കിടന്നുറങ്ങാന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ മനുഷ്യനെ നിന്നെ സൃഷ്ടിച്ചത് മനുഷ്യ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ല. നിന്നെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ നിന്റെ സൃഷ്ടാവിന് വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് മാന്യമായിട്ടല്ല നീ നടന്നെടുക്കുന്നതെങ്കിൽ ദുനിയാവിലും പരലോകത്തും നിന്റെ ജീവിതം നഷ്ടത്തിലായി പോകും. ദുനിയാവിലും പരലോകത്തും നിന്നെ കഷ്ടപ്പെടുത്തും. പടച്ച തമ്പുരാന്റെ നരകത്തിൽ നിന്നെ കാത്തിരിക്കുന്നത് ഘനമേറിയ ചൂടേറിയിരിക്കുന്ന തീക്കുണ്ടാരമാണ്. അതിൽ നീ പതിക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമാശ പറയുമ്പോൾ പറയാനുള്ള ഒരു സംഗതി ഉണ്ട്. അതുകൊണ്ട് തമാശ പറയുമ്പോൾ പറയും, എന്തെങ്കിലും ചെറിയൊരു പെൻസിൽ കട്ടെടുത്താല് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എടുത്താൽ നമ്മളെ കണ്ടു പറയും, പടച്ചോനെ നാളെ ശിക്ഷിക്കും, പടച്ചോന്റെ നരകത്തില് ചെലവും ചോരയും ഒക്കെ കുടിക്കാൻ തരും, അങ്ങനെയുള്ള നരക ശിക്ഷ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. സത്യത്തിൽ പേടിപ്പിക്കലല്ലാതെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, പടച്ച തമ്പുരാന്റെ നരകത്തിലെ ശിക്ഷയില് എനിക്ക് ഏറ്റവും പേടി തോന്നിയതും എനിക്ക് ഏറ്റവും ദുർഗന്ധം വമിക്കുന്നതായ ഒരു തരം ജലം അവനെ കുടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്ക്, എത്രത്തോളമാണ് പടച്ച തമ്പുരാന് ആ ഒരു ശിക്ഷ അവിടെ ഏർപ്പാടാക്കി വെക്കണമെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രത്തോളം നിഷ്ഠൂരമായിരിക്കണം, അവന്റെ നന്ദികേടിന്റെ അറ്റം എത്രത്തോളമായിരിക്കണം. അവിടെ നിന്നിട്ട് അതൊരു ക്ലാസ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഈ ദുനിയാവിലേക്ക് ഒഴിച്ചാൽ ഭൂമി മലയാളം മുഴുവൻ വാസനിച്ചിട്ട് ദുർഗന്ധം വമിച്ചിട്ട് നടക്കാൻ സാധിക്കൂല ആളുകൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന ഒരു തരം ശിക്ഷ പടച്ച തമ്പുരാൻ അവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ, ഏറ്റവും മ്ലേച്ഛമായ ഒരു താവളമാണ് ആ പതിക്കാനുള്ള നരകമെന്ന് വേറൊരായത്തിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ അതിൽ പതിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കുക. അധർമ്മത്തിലൂടെ അധാർമികമായിട്ട് നടന്നു നീങ്ങിയവന്റെ പരമാവധി ശിക്ഷ പടച്ച തമ്പുരാൻ നമ്മൾക്ക് വിളിച്ചു പറയുന്നുണ്ട്, വ്യക്തമാക്കി തരുന്നുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനമാണ് എന്നും നമ്മൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരിക്കുക. ഇത് ഇന്നോ നാളെയോ ആയിട്ട് നമ്മളുടെ ജീവിതം ദുനിയാവിൽ നിന്നും അവസാനിക്കും. നമ്മൾക്ക് ബാക്കിയുണ്ടാവുക നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ്. വെട്ടിപ്പിടിച്ചതും നമ്മൾ കൂട്ടി ഉണ്ടാക്കിയതും നമ്മൾ ശമ്പളമായിട്ടും ബോണസായിട്ടും അലവൻസ് ആയിട്ടും ഒക്കെ വാങ്ങിക്കൂട്ടിയതും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന വീടും നമ്മളുടെ മക്കളും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വസ്ത്രവും എല്ലാം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഒരു കുടം കർപ്പൂരം ചേർത്ത വെള്ളത്തിൽ നമ്മളെ കുളിപ്പിച്ച് അതിനുശേഷം 3 കഷ്ണം തുണിയിൽ നമ്മളെ കഫൻ ചെയ്ത് 6 അടി താഴ്ചയുള്ള മണ്ണിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയി വെക്കുക തന്നെ ചെയ്യും. വളരെ വ്യക്തമായ ഒരു ഉറപ്പാണത്. ഒരു ബിസിനസ്സുകാരനെ ചിലപ്പോൾ അവന്റെ ബിസിനസ് തഴച്ചു വളരാം, ചിലപ്പോൾ അത് അവസാനിക്കാം എന്ന് അവന് പറയാം. അതിൽ ചിലപ്പം എന്ന് പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നാളെ പണക്കാരനാകും, ഇന്ന് പണക്കാരനല്ല എന്ന് ചിലപ്പോ എന്ന് നമ്മൾക്ക് പറയാം. അങ്ങനെ ഒരുപാട് നമുക്ക് ചിലപ്പോ എന്ന് പറയാം. അതല്ലെങ്കിൽ അത് നടന്നിരിക്കാം എന്ന് പറയാം. എന്നാൽ നടക്കും തീർച്ചയാണ്.
സൂറത്തുൽ ഖിയാമയിൽ പറയുന്നുണ്ട്, കണങ്കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് അവസാന യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവന്റെ ഒരു അവസ്ഥ. അവൻ ഇതെന്റെ അവസാനമാണ്, എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് എന്നവൻ ചിന്തിക്കുന്ന ആ ഒരു അവസാന ഘട്ടത്തില് അവന്റെ ഒരു അവസ്ഥ പറയുന്നത് സൂറത്തുൽ ഖിയാമയിൽ നമ്മൾക്കും വരുമല്ലോ, നമ്മൾക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസ്ഥ. നമ്മളുടെ കണ്ണും ആരെങ്കിലും അടച്ചു തരും, നമ്മളെ കാലും ആരെങ്കിലും ഒക്കെ കൂട്ടി കെട്ടിത്തരും, നമ്മളുടെ ശരീരം മൊത്തം ആരെങ്കിലും ഒക്കെ മൂടിത്തരും. ഇതൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും വരാനുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവിടേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. ഓരോ ദിവസവും വൽമൗത്തു അദ്നാ മിൻ ശിറാഖീന വലിഹി, ഓരോരുത്തന്റെയും ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് അവന്റെ മരണം എന്നതാണ്. നമ്മുടെയൊക്കെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്നിട്ടാണ് നമ്മളുടെ മരണം എന്നതാണ്. ആ ഒരു മരണത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യബോധമാണ് നമ്മളെ നയിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തുകൂടാ, എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞുകൂടാ. നമ്മൾ മുജാഹിദുകളാണ്. ആ മുജാഹിദിന്റെ നാവ് എങ്ങനെയാണോ ഉണ്ടാകേണ്ടത് നമ്മൾ തീരുമാനിക്കണം. മുജാഹിദിന്റെ കൈ എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. ആലോചിച്ച് നോക്ക്. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കണം. അങ്ങനെ കെട്ടിപ്പടുക്കുന്ന സച്ചരിതരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ സർവ്വലോക രക്ഷിതാവ് നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും മരിച്ചു പോയിട്ടുണ്ട്. നമ്മളുടെ പണ്ഡിതന്മാര്, നേതാക്കന്മാര്, ഉസ്താദുമാര്, മാതാപിതാക്കള്, കുടുംബങ്ങള്, ഭാര്യാസന്താനങ്ങള്, അവരുടെയൊക്കെ ഖബറുകൾ പടച്ച തമ്പുരാൻ പ്രകാശപൂരിതമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും അവരെയും അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم.